أعوذ بالله من الشيطان الرجيم ما كان للنبي والذين آمنوا أن يستغفروا للمشركين. ആദരണീയരായ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ കാരുണ്യവാനായ റഹ്മാനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടും കൽപ്പനാ നിരോധനങ്ങൾ അതിൻ്റെ മുറപ്രകാരം സ്വീകരിച്ചുകൊണ്ടും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരായി മാറാൻ ശ്രമിക്കണേ എന്ന ആമുഖമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന സ്വാലിഹീങ്ങൾ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറബികൾക്കിടയിൽ പൊതുവെ പറയാറുണ്ട്, മനുഷ്യൻ ഇന്നഹു അൽ ഇൻസാനു യഅതി ബിലാ ശൈ, ദുനിയാവിലേക്ക് കയ്യും വീശി ഒന്നുമില്ലാത്തവനായി വരുന്നവനാണവൻ. സുമ്മ യസ്ആ മിൻ അജലി കുല്ലി ശൈ, പിന്നീട് ജനിച്ചതിന് ശേഷം ലോകം മുഴുവൻ പിടിച്ചടക്കാൻ വേണ്ടി തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് മനുഷ്യൻ. സുമ്മ യത്റുകു കുല്ല ശൈ, പിന്നെ ഒന്നും നേടിയെടുക്കാൻ കഴിയാതെ അവസാനം ഈ ലോകത്തേക്ക് വന്നവൻ ഈ ലോകത്ത് നിന്ന് ഒന്നുമില്ലാതെ പോകേണ്ടുന്നവനാകാൻ. വയദ്ഹബു ബിലാ ശൈഇൻ, പോകുന്നതും അവൻ ഒന്നുമില്ലാതെയാണ് കൈകളിൽ. പക്ഷേ സുമ്മ യുഹാസബു അലാ കുല്ലി ശൈഇൻ, അവസാനം എല്ലാം അവൻ്റെ അടുത്ത് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. ഈ ജനിച്ചതും മരിക്കുന്നതിൻ്റെയും ഇടക്ക് അവൻ ചെയ്തതെല്ലാം ചോദ്യം ചെയ്യപ്പെടും എന്നതിൽ തർക്കവുമില്ലതാനും. അതുകൊണ്ട് ഈ ദുനിയാവിൻ്റെ നശ്വരതയെ സൂചിപ്പിക്കുന്ന, ഈ ലോകത്തേക്ക് വന്നതിൻ്റെ ദൗത്യം ഓർമ്മപ്പെടുത്തുന്ന വാചകങ്ങൾ ചുരുക്കി പറയുകയാണ് പോയിന്റുകളിലൂടെ. സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ മരണവുമായി ബന്ധപ്പെട്ട സൂചനകൾ കഴിഞ്ഞ ഖുതുബകളിലൂടെയൊക്കെ പറഞ്ഞു. ഒരാൾ മരിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ പരിസരത്തേക്ക് ഒരുപാട് മലക്കുകൾ വരും. അവന്റെ അടുത്തേക്ക് ഒരുപാട് മലക്കുകൾ അടുത്തേക്ക് വരും. എന്നിട്ട് പിന്നീട് മരണത്തിന്റെ മാലാഖയായി ചുമതലപ്പെടുത്തപ്പെട്ട ആ മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് അവന്റെ ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോകും. തവഫത്തുഹും റുസുലന, അവനെ നമ്മുടെ പ്രവാചകൻ, നമ്മുടെ ദൂതൻ വന്നുകൊണ്ട് അവനെ പിടിച്ചു കൊണ്ടുപോകും. ആ കാഴ്ചകൾ അവന്റെ കണ്ണുകൾ ഇങ്ങനെ ഭയപ്പാടോടുകൂടെ അവൻ കാണും, അല്ലെങ്കിൽ അവൾ കാണും, മനുഷ്യൻ കാണും. അതുകൊണ്ട് തന്നെ ഒരു മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ, മരണം സംഭവിച്ച ഒരു മയ്യത്തിന്റെ കാര്യത്തിൽ സ്ഥിരീകരണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ, മഹാരഥന്മാരായ ഉലമാക്കന്മാർ ഓർമ്മപ്പെടുത്താറുണ്ട്, വളരെ വേഗത്തിൽ ഒരു വ്യക്തി ആ പരിസരത്തുള്ളവൻ ചെയ്യേണ്ടത് തഗ്മീദ ഐനൈഹി, അവൻ എത്രയും പെട്ടെന്ന് ആ മയ്യത്തിന്റെ കണ്ണുകൾ അടച്ചു കൊടുക്കണം, വായകൾ അടച്ചു കൊടുക്കണം. കാരണം ഒരു മയ്യത്തിനോടുള്ള ആദരവ് ഇസ്ലാം എത്ര പഠിപ്പിച്ചു എന്നാലോചിച്ച് നോക്കി. അത് കാണുന്ന ഒരാൾ കണ്ണ് തുറന്ന് വായ തുറന്ന് ഒരു ഭീകരമായ അവസ്ഥയിൽ മറ്റുള്ളവർ കാണുന്നതിൽ നിന്ന് അവനെ മറച്ചു വെക്കാൻ ഇസ്ലാം പറയാണ്, അവന്റെ കണ്ണുകൾ അടച്ചു പിടിക്കണം, താടിയെല്ലുകൾ കൂട്ടിക്കെട്ടിയിട്ട് അവന്റെ വായ തുറക്കാത്ത രൂപത്തിലേക്ക് ഭദ്രമാക്കി വെക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ കാണാം, അബൂ സലമ റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ട നബിതങ്ങളുടെ സ്വഹാബിയാണ്, ഹിജറ പോയ അൻസാരിയാണ്. സുഖമില്ലാതെയായി മരണം സംഭവിച്ചു. നബിതങ്ങൾ വന്ന് മരണം സ്ഥിരീകരിച്ചു. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ അവിടുന്ന് അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ മരണം സ്ഥിരീകരിച്ചു ഉറപ്പുവരുത്തിയിട്ട് കൈകൾ കൊണ്ട് കണ്ണുകൾ രണ്ടും അടച്ചു കൊടുത്തിട്ട് പറയാണ് സ്വഹാബത്തിനോട്, ഇന്നർ റൂഹ ഇദാ ഖുബില, ഒരു റൂഹ് എങ്ങാനും ഏറ്റെടുക്കുന്ന, പിടിച്ചു കൊണ്ടുപോകുന്ന സമയം വന്നാൽ, തബിഅഹുൽ ബസർ, അതിന്റെ പിന്നാലെ കണ്ണുകൾ പായിച്ചു കൊണ്ടിരിക്കും, കണ്ണിങ്ങനെ തുറന്ന് നോക്കിക്കൊണ്ടിരിക്കും. ഫലാ തഖൂലു ഇല്ലാ ഖൈറാ, കണ്ണടച്ചു കൊടുക്കണം. എന്നാൽ അവിടെ വെച്ച് പിന്നീട് ഒരു ജനാസയായി കഴിഞ്ഞാൽ ഫലാ തഖൂലു ഇല്ലാ ഖൈറാ, ഇനി നല്ലതല്ലാതെ പറയാൻ പാടില്ല. ഓ മരിച്ചത് ഒന്നായി,
കുറെ കാലമായി കടപ്പിലായിരുന്നു, വല്ലാത്തൊരു കഷ്ടമായിരുന്നു, ഇയാളെ കൊണ്ട് ഭയങ്കര ശല്യമായിരുന്നു. ഇത്തരത്തിലുള്ള അനുചിതമായ ഒരു സംസാരവും പിന്നെ മരണപ്പെട്ട വ്യക്തിനെ കുറിച്ച് എന്തൊക്കെയാണെങ്കിലും ഇനി അത് പറയാൻ പാടില്ല. ഫഇന്നൽ മലായിക, തീർച്ചയായും മലക്കുകൾ, യുഅമ്മിനൂന, അവിടെ ആമീൻ പറയുന്നുണ്ട്, അലാ മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നതിനൊക്കെയും. ഒരു ജനാസന്റെ അടുത്ത് വെച്ച് നമ്മൾ പറയുന്നതിന്, നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മലായിക്കത്തുകൾ ആമീൻ സ്ഥിരീകരിക്കുന്നുണ്ട്. അവിടെ വെച്ച് അത്തരത്തിലുള്ള ഒരു കാര്യവും പറയാൻ പാടില്ല. ശേഷമാണെങ്കിലും മരണപ്പെട്ടവരെ കുറിച്ചുള്ള മോശത്തരങ്ങൾ അവിടെയും ഇവിടെയും പറയാതിരിക്കലാണ് വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ അടുത്തുകൂടെ ഒരു ജനാസ കടന്നുപോയി. കണ്ട സമയത്ത് സ്വഹാബത്ത് പലരും ആളുകളും ആ ജനാസയെ പറ്റി അറിഞ്ഞപ്പോൾ, ആരാണെന്ന് അറിഞ്ഞപ്പോൾ അവരൊരുപാട് നല്ല കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ, സംസാരിക്കാൻ തുടങ്ങി. ഇത് കേട്ട നബി തങ്ങൾ പറഞ്ഞു, വജബത്ത് വജബത്ത്, അയാൾക്ക് നിർബന്ധമായി നിർബന്ധമായി, വേറൊന്നും പറഞ്ഞില്ല. മറ്റൊരിക്കലും ഒരു ജനാസ ഇങ്ങനെ പോവുകയാണ് ഇതേപോലെ. അത് കൊണ്ടുപോകുന്ന സമയത്തും സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ സംസാരം ഉണ്ടായി. എന്തൊക്കെയോ അദ്ദേഹത്തെ കുറിച്ച് ചില മോശപ്പെട്ട അഭിപ്രായങ്ങൾ അവർക്കിടയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, വജബത്ത്, അയാൾക്കും നിർബന്ധമായി. സ്വഹാബത്തിന് സംശയം, രണ്ട് കാര്യത്തിലും ഒരു വാക്കാണ് പറഞ്ഞത്. അവിടുന്ന് നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കണേ, എന്താ നബിയെ നിങ്ങൾ ഈ വജബത്ത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം മനസ്സിലായില്ല. ആദ്യം പോയ സമയത്ത് നിങ്ങൾ ആ മയ്യിത്തിനെ കുറിച്ച് നല്ലതായിരുന്നു പറഞ്ഞത്, അതുകൊണ്ട് വജബത്തിൽ ജന്ന, അദ്ദേഹത്തിന് സ്വർഗം നിർബന്ധമായി. പിന്നെ പോയ ജനാസയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് അല്പം മോശമായ കാര്യങ്ങളായിരുന്നു, വജബത്തിന്നാർ, അത് ആ ജനാസക്ക് നരകം നിർബന്ധമാകുന്ന കാര്യമാണ്. അപ്പൊ പറയാൻ നല്ലത് വേണം. നമ്മൾ മരിച്ചതിന് ശേഷം നമ്മളെക്കുറിച്ച് നാട്ടിൽ പേര് പറയുമ്പോൾ ഒരു നല്ല കാര്യം പറയാൻ നമ്മൾ ചെയ്തു വെക്കണം. അത് ആ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കണം. നമ്മൾ മരിച്ചതിന് ശേഷം നാട്ടുകാരും കുടുംബങ്ങളും പറയാണ്, അയാൾ ഒരു വല്ലാത്ത ശാപമായിരുന്നു, അയാൾ ആ വീട്ടിൽ സ്വൈരം കൊടുക്കാത്തവനായിരുന്നു, അയാൾ ആ മക്കളോട് വളരെ മോശമായിരുന്നു എന്നിങ്ങനെ തുടങ്ങി മോശം അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു വ്യക്തിയായി നമ്മൾ മാറാതിരിക്കുക. ഇനി ഒരാളിൽ മോശത്തരങ്ങൾ ഉണ്ടെങ്കിൽ അയാൾ മരിച്ചാൽ അത് പറയാതിരിക്കലും അതിൻ്റെ ഭാഗമാണ് എന്നർത്ഥം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു സുന്നത്താണ്, ഒരു ജനാസ, ഒരു മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ വസുതുറുൽ മയ്യിത്തി, മയ്യിത്തിനെ മുഴുവനായിട്ടും മൂടിയിടണം. ഷർട്ടും തുണിയും പാൻറ്റൊക്കെ ഇട്ടേക്കും ചിലപ്പോൾ അയാൾ മരിക്കുണ്ടാവുക. എത്രയും വേഗത്തിൽ അദ്ദേഹത്തിന്റെ ആ വസ്ത്രങ്ങളെല്ലാം അതിൽ നജസുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. മലമൂത്ര വിസർജനത്തിന് സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ വസ്ത്രമെല്ലാം മാറ്റിവെച്ചിട്ട് ഒരു നല്ല പൂർണ്ണമായും മൂടുന്ന ഒരു വെള്ള തുണി കൊണ്ട് മയ്യിത്തിനെ പൂർണ്ണമായി പൊതിയുക. ഔറാത്തുകൾ ആരും കാണാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ വഫാത്ത് സ്ഥിരീകരിക്കാൻ വേണ്ടി ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നടന്നു. നബി മരിച്ചു എന്ന് പറയാൻ അവർക്കാർക്കും കഴിയണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ നാവ് ഞാൻ അറുത്തു കളയുമെന്ന് പറഞ്ഞാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നിൽക്കുന്നത്. അവർക്കെന്ത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. പലർക്കും ഉൾക്കൊള്ളാൻ കഴിയാതെ ഇരിക്കുകയാണ്. നീണ്ട ചർച്ച നടക്കുന്ന, നബി മരിച്ചു എന്നെങ്ങനെ പറയുമെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. ദൂരെയായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അഭിപ്രായം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനങ്ങോട്ട് വരുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു. എന്നിട്ട് ഒന്ന് പരിശോധിച്ചു, പൂർണ്ണമായി ഉറപ്പുവരുത്തി. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് വിവേകത്തോടെ അവിടുന്ന് എഴുന്നേറ്റ് മിമ്പർ കയറിയിട്ട് പറഞ്ഞു, ഇതാ നിങ്ങൾ ആരെങ്കിലും അല്ലാഹനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഫഇന്നഹു ഹയ്യുൻ ലാ യമൂത്ത്, ഒരിക്കലും മരണമില്ലാത്തവനാണ് പടച്ചോൻ ആരാധിച്ചോളിയും. മൻ കാന യഅ്ബുദു മുഹമ്മദാ, ആരെങ്കിലും മുഹമ്മദ് എന്ന ഈ പ്രവാചകനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ നേതാവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഫഇന്നഹു ഖദ് മാത്, അദ്ദേഹം ഇതാ മരണപ്പെട്ടിരിക്കുന്നു. അത് കേട്ടപ്പോഴാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും മിങ്ങിപ്പൊട്ടി ഒരു കുഞ്ഞു മനസ്സുള്ള കുട്ടിയെ പോലെ ഇരുന്ന് കരയാൻ തുടങ്ങിയത്.
അവിടെ നിന്നാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നതും ചർച്ച വരുന്നതും. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, അങ്ങനെ മരണം സ്ഥിരീകരിച്ചപ്പോൾ, ഹീന തുവഫിയ, നബി തങ്ങൾ മരണപ്പെട്ടപ്പോൾ, സുജ്ജിയ ബിബുർദി ഹിബ്റത്തിൻ, ഒരു ഹിബ്റ പുതപ്പ് കൊണ്ട് പൂർണ്ണമായും മൂടുന്ന ഒരു പുതപ്പെടുത്തുകൊണ്ട് നബി തങ്ങളെ മൂടി പുതക്കുന്നതായിട്ടുണ്ട്. അതെല്ലാവർക്കും ബാധകമായ കാര്യമായിരുന്നു. അതുപോലെ തന്നെ ഉലമാക്കന്മാർ പിന്നീട് മൂന്നാമത് പറയാണ്, അൽ ഇസ്റാഉ ഫീ തജ്ഹീസിഹി, ആ ജനാസയുടെ കർമ്മങ്ങൾ ചെയ്യാൻ അവിടെ വേഗത കാണിക്കണം, അമാന്തം ഉണ്ടാവരുത് എന്നാണ്. പെട്ടെന്ന് കാര്യങ്ങൾ വേഗത്തിലാക്കണ്ട. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആ ജനാസയെ വേഗത്തിൽ ഇവിടുന്ന് പൂർത്തീകരണ പ്രവർത്തനങ്ങൾ എന്തൊക്കെ വേണമെങ്കിൽ അത് വേഗം ചെയ്യണം. അതിന് വേഗത്തിൽ അടക്കം ചെയ്യാൻ വേണ്ടത് എന്താണ്? അതുകൊണ്ടാണ് നമ്മുടെ പല മഹല്ലുകളിലും ഒരു ഖബർ അധികം കുഴിച്ചു വെക്കുന്നത്. എന്തിനാ? ഈ കാരണങ്ങൾ കൊണ്ട് അത് വൈകി പോകരുത്, അത് ചെയ്യേണ്ടതാണ്. എപ്പോഴും ഏത് സമയത്തും മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുന്ന ഒരു 10-15 പേര് നമ്മുടെ നാട്ടിൽ വേണം. ഒരാൾ വരട്ടെ, ഇനി മറ്റേ നാട്ടിൽ നിന്ന് വരട്ടെ എന്ന് വിചാരിച്ച ആളിവിടെ കാത്തിരിക്കാൻ പാടില്ല. ഓരോ കുടുംബത്തിലും 1-2 പേരത് കൃത്യമായി പഠിച്ചു വെച്ചവർ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു വചനത്തെ എത്ര പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. ലാ യംബഗി ലിജീഫത്തി മുസ്ലിമിൻ, ഒരു മുസ്ലിമിന്റെ മൃതശരീരത്തിന് യോജിച്ചതല്ല അൻ തുഹ്ബസ ബൈന ളഹ്റാനൈ അഹ്ലിഹി, തങ്ങളുടെ മക്കളുടെ കുടുംബത്തിന്റെ മുമ്പിൽ അതിനെ കൂടുതൽ പിടിച്ചു വെക്കുന്നത്. കൂടുതൽ നേരം ഒരു മയ്യത്തിനെ തന്റെ കുടുംബക്കാരുടെ മുമ്പിൽ അവരിങ്ങനെ ഇരിക്കുക, ഇരുന്ന് കരയ. ഒരു തീരുമാനമാകുണ്ടോ? ഇനിയും വരാൻ ആളുകളുണ്ട്, അവിടുന്ന് വരാനുണ്ട്, ഗൾഫിൽ നിന്ന് വരാനുണ്ട്, ലണ്ടനിൽ നിന്ന് ആൾ വരാനുണ്ട് എന്ന് പറഞ്ഞ് ഫ്രീസറിലേക്ക് വെക്കുന്നതൊക്കെ നമ്മൾ ആലോചിക്കുക. ഇതൊക്കെ ഹറാമാണ് എന്നല്ല ഉലമാക്കന്മാർ പറയുന്നത്, അത്യാവശ്യമാണ്. ഒരു വലിയാണ്, വളരെ അടുത്ത ബന്ധുവാണ്, അയാൾ വന്നേ പറ്റൂ എന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഇവിടെയാണ് ഉലമാക്കന്മാർ പറഞ്ഞത്, ഒരു ജനാസ എത്ര വേഗത്തിൽ മറവ് ചെയ്യാൻ പറ്റുമോ അത്രയും വേഗതയിൽ അതിൻ്റെ കാര്യങ്ങൾ വേഗത്തിലാക്കണം. ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഖബറായിട്ടുണ്ട്, വരാനുള്ളവരെല്ലാം വന്നിട്ടുണ്ട്, പക്ഷേ ഉസ്താദ് വന്നിട്ടില്ല, യാസീന് ഫുള്ളായിട്ടില്ല. വന്നവര് ഇരുന്നോതുക തന്നെയാണ്. ഓതിയാലും തീരുന്നില്ല. മരിച്ചാലാണ് പിന്നെ ഊത്തിന്റെ ഉഷാർ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. വല്ലാത്ത ഒരു വിഷമകരമായ അവസ്ഥ. ഒരു ഹദീസിന്റെ ഒരു പരിപൂർണത വായിച്ചു നോക്കൂ നിങ്ങൾ. ഒരു മുസ്ലിമായ ജനാസയെ വേഗത്തിൽ മറവു ചെയ്യുന്നതിൽ ധൃതി കാണിക്കണമെന്ന് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, കറാമത്തുൽ മയ്യിത്തി തഅജീല, ഒരു മയ്യിത്തിനെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് വേഗത്തിൽ അതിനെ മറവു ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതൊരു ബഹുമാനാദരവാണ്. എന്താ നിങ്ങൾക്ക് ഇത്ര തിരക്കെന്ന് ചോദിക്കണ്ട. അത് ഇസ്ലാം പഠിപ്പിച്ചൊരു ആദരവിന്റെ ഭാഗമാണ്. ഇസ്ലാമിൽ ഒരു മയ്യത്തിന് കൊടുത്ത ആദരവിന്റെ ഭാഗമാണ് അതിനെ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, വെള്ളത്തുണിയിൽ പൊതിയുക. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഖബറടക്കുന്ന സമ്പ്രദായം വരെ ഒരു മുസ്ലിമിന്, ഒരു മയ്യത്തിന് കിട്ടുന്ന ആദരവാണ്. പച്ചയായ ആ മനുഷ്യന്റെ ശരീരത്തെ മരിച്ചതിന്റെ പേരിൽ കത്തിച്ചു കളയുക എന്നത് എത്രമാത്രം വലിയ അപകടകരമാണെന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു ആദരവാണ് അതിന് കൊടുക്കാൻ കഴിയുന്നത്. ഇസ്ലാമിന്റെ മഹത്വം, നാം മുസ്ലിമായതിന്റെ പേരിൽ എപ്പോഴെങ്കിലും ഒരു അഭിമാന ബോധം നമുക്ക് തോന്നിയിട്ടില്ലെങ്കിൽ തോന്നേണ്ട നിമിഷമാണ് അത് എന്ന് കൂടെ ഓർത്തു വെക്കുക. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഒരു ജനാസയുടെ കർമ്മത്തിൽ അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരും അറിയാതെ രഹസ്യമായി മൂടി വെക്കേണ്ട ഒന്നല്ല. ജനാസയുടെ കാര്യത്തിൽ മരിച്ചിട്ടുണ്ട് എന്നും ഇന്ന സമയത്താണ് ജനാസയുടെ നമസ്കാരം എന്നുമുള്ള സമയത്ത് എത്തണമെന്നൊക്കെയുള്ള വിവരങ്ങൾ അറിയിക്കുന്നതും വിലക്കപ്പെട്ട കാര്യമൊന്നുമല്ല. എന്നാൽ അതൊരു വാഹനമൊക്കെ എടുത്തു വലിയൊരു അനൗൺസ്മെന്റ് വാഹനമൊക്കെ പുറപ്പെട്ട് അങ്ങാടികളിലൂടെ വിളിച്ചു പ്രഖ്യാപിക്കുന്നതിന് പകരമായി ഏറ്റവും ലളിതമായി ചെയ്യാവുന്ന രൂപത്തിൽ എന്തിനു വേണ്ടി അത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക. നമസ്കരിക്കാൻ ആളുകൾ വരണം, പ്രാർത്ഥന കിട്ടണം, അവിടെ മയ്യത്തിന്റെ കർമ്മങ്ങൾ ചെയ്യാൻ ആൾക്കാർ വേണം. അതിനു വേണ്ടിയാണ് 3-ന്റെയും 7-ന്റെയും 40-ന്റെയും വിവരങ്ങൾ അറിയിക്കാനല്ല എന്നും അവിടെ മയ്യത്തിന്റെ അനുബന്ധ കാര്യങ്ങൾ ചെയ്യാനുമാണെന്ന് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി പോലുള്ള ആളുകൾ കിതാബുകളിൽ രേഖപ്പെടുത്തിയത് വിശദീകരിച്ച് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മരിക്കുന്ന ആ നിമിഷം കഴിഞ്ഞ് തൊട്ടടുത്ത ഖബറടക്കം ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ തൻഫീദ വസിയ്യത്തിഹി, ഞാൻ മരിച്ചാൽ ഇന്നതൊക്കെ ചെയ്യണമെന്ന് അദ്ദേഹം വസിയ്യത്ത് പറഞ്ഞിട്ടുണ്ട് െങ്കിൽ ആ വസിയത്ത് വേഗം ചെയ്തു കൊടുക്കണം.
അദ്ദേഹത്തിന് വസിയത്തുണ്ടോ? ചെയ്യേണ്ടതായ സാധ്യമാകുന്ന കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ഉലമാക്കന്മാർ രേഖപ്പെടുത്തി വാജിബായും അൽ ഇസ്റാഉ ബിഖളാഇ ദൈനിഹി, അയാൾക്ക് കടങ്ങളുണ്ടെങ്കിൽ ആ കടങ്ങൾ പറ്റുമെങ്കിൽ ഖബറടക്കുന്നതിന്റെ മുമ്പ് തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കണം. സാമ്പത്തികമായ കടം മാത്രല്ല, ബിസകാത്തിഹി, അദ്ദേഹത്തിന്റെ സകാത്ത് കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തു വീട്ടണം. വകഫാറത്തിഹി, നോമ്പ് നോൽക്കാൻ പറ്റിയിട്ടില്ല, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള പണം കൊടുക്കാനുണ്ടെങ്കിൽ കഫാറത്ത് കൊടുക്കണം. ഉലമാക്കന്മാര് പറയാണ്, ഒരു മനുഷ്യനെ ഖബറടക്കി കഴിഞ്ഞാൽ അയാളെ ഖബറിൽ കിട്ടാനുള്ള മുഴുവൻ പ്രതിഫലവും അവിടുന്ന് തടയിടപ്പെടുന്നത് മഹ്ബൂസും ബിദൈനിഹി, കടം കൊടുക്കാനുള്ള മനുഷ്യനാണോ അയാൾക്ക് ആ ഖബറിനകത്ത് പിടിക്കപ്പെടും, കിട്ടൂല. ഉലമാക്കന്മാർ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഫ്സുൽ മുഅ്മിനി, ഒരു മുഅ്മിനിന്റെ ആത്മാവ് മുഅല്ലഖത്തും ബിദൈനിഹി, അവന്റെ കടവുമായി ബന്ധിപ്പിച്ച് കിടക്കുകയാണ്. ഹത്താ യഖ്ളാ അൻ, അത് എപ്പോഴാണോ വീട്ടി ഒഴിവാക്കുന്നത് അതുവരെ അവന്റെ ആത്മാവിനെ പിടിക്കപ്പെട്ട് കിടക്കുകയാണ്. ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ പോരാ, അത് മകൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ പോരാ, അത് പിന്നെ അമാനത്തായി മാറാണ്. തൊട്ടടുത്ത നിമിഷത്തിൽ എത്രയും വേഗത്തിൽ അയാൾ തൻ്റെ ഏറ്റെടുക്കപ്പെട്ട അമാനത്ത് പൂർത്തിയാക്കണം. മയ്യത്തിന്റെ സമ്പത്തിൽ നിന്ന് പരമാവധി അദ്ദേഹത്തിന്റെ കടങ്ങൾ വീട്ടിയതിന്റെ ശേഷമേ അനന്തരാവകാശ സ്വത്ത് പോലും കൊടുക്കാൻ പാടുള്ളൂ. ഇത്തരത്തിൽ എന്തുകൊണ്ട് ഉലമാക്കന്മാർ ഇത് വിശദീകരിക്കുന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യൻ ഷഹീദായാൽ, രക്തസാക്ഷിയായാൽ 10ലധികം മഹത്തരമായ സ്ഥാനങ്ങൾ ലഭിക്കപ്പെടുന്ന ആളാണെങ്കിൽ, കടം ഉള്ളവനാണെങ്കിൽ അവന് പോലും വിട്ടുകൊടുക്കൂല, ഷഹീദാണെങ്കിൽ പോലും. അത്രക്ക് ഗൗരവത്തോടെയാണ് പറഞ്ഞിരിക്കുന്നത്. വേഗത്തിൽ ജനാസയെ കുളിപ്പിക്കുക എന്നത് ഇസ്ലാമിലെ വലിയ പ്രാധാന്യത്തോടെ കാണേണ്ടതാണ്. അവിടെയും ഉലമാക്കന്മാര് പറയാണത് വാജിബായി നമ്മൾ ചെയ്യേണ്ടതാണ്. സമൂഹത്തിന്റെ ഫർളു കിഫയായ ഉത്തരവാദിത്തമാണ്. ഫർളു കിഫ, നാട്ടിൽ ഒരാളും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്ന കാര്യമാണ് മയ്യിത്ത് കുളിപ്പിക്കൽ, മയ്യിത്ത് നിസ്കരിക്കൽ. അതൊക്കെ ആരെങ്കിലും ചെയ്തോളെന്ന് വിചാരിച്ചു ആരും തിരിഞ്ഞോക്കാത്ത അവസ്ഥയുണ്ടാകരുത്. അതുകൊണ്ട് എല്ലാവരും ആ വിഷയത്തിൽ ബോധവാന്മാരാവൻ. നബി തങ്ങളെ പറ്റി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഗ്സിലു ബിമാഇൻ വസിദിരിൻ, നിങ്ങൾ ആ ജനാസയെ വെള്ളം കൊണ്ടും സിദർ കൊണ്ടും കുളിപ്പിക്കണം എന്ന് പഠിപ്പിച്ച ഹദീസ്. ആ മയ്യത്ത് കുളിപ്പിക്കുന്നതിനും അതിന്റെ കാര്യങ്ങൾക്കും ഒരു തർത്തീബുണ്ടാകണം. അൽ അഫ്ളലു, അതിൽ ഉലമാക്കന്മാർ രേഖപ്പെടുത്തുന്നത് ഏറ്റവും ശ്രേഷ്ഠത സിഖത്തു ആരിഫുൻ ബി അഹ്കാമി തഗ്സീലി, ജനാസ കുളിപ്പിക്കുന്നതിന്റെ കാര്യത്തിൽ അറിവുള്ളവനായിരിക്കണം. പലയിടത്തും കുളിപ്പിക്കാൻ പോകുമ്പോ ആ നാട്ടിൽ ആരെങ്കിലും 1-2 ആൾക്കാരുണ്ടാകും, അവരാണ് കുളിപ്പിക്കും. അങ്ങനെ ഫുള്ള് ആദ്യം തുടക്കം കുറിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ തമ്മിൽ ഫൈറ്റ് ചെയ്യേണ്ടി വരികയാണ്. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ, അവർ കുളിപ്പിക്കുന്നത് എല്ലാ കുളിപ്പിക്കലും എല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് ഒതുണ്ടാക്കി കൊടുക്കാൻ തുടങ്ങും. ഹദീസിൽ പറയുന്നത്, ഫിഖ്ഹിന്റെ കിതാബിൽ പറയുന്നത്, കുളിപ്പിക്കുന്നതിന് മുമ്പ് എല്ലാ ഭാഗങ്ങളും ആദ്യം ഒന്ന് വൃത്തിയാക്കി എല്ലാ മാലിന്യങ്ങളൊക്കെ കളഞ്ഞ് ഉളു ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നീട് പൂർണ്ണമായി കുളിപ്പിക്കണം എന്നാണ് ഹദീസ്. ഇത് അവരോട് പറഞ്ഞാൽ പറയും, ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് നടക്കൂല, ഞങ്ങൾ ഇത്രയും കാലം എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് എന്ത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ അഹ്കാമുകൾ അത് അറിഞ്ഞ് ബോധമുള്ളവരായിരിക്കണം മയ്യിത്ത് കുളിപ്പിക്കേണ്ടത്. വസിയ്യത്തായിട്ട് ചില ആളുകൾ പറയും, എൻ്റെ മയ്യിത്ത് നീ കുളിപ്പിക്കണം, എൻ്റെ മയ്യിത്തിന് നീ ഇമാമ് നിൽക്കണം, ഞാൻ മരിച്ചാ നീ എന്തായിരുന്നാലും എൻ്റെ ജനാസന്റെ കാര്യങ്ങളൊക്കെ നീ നോക്കണം. ചില കാര്യങ്ങൾ അങ്ങനെ പറയേണ്ടി വരും. വീട്ടിൽ പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടാവും, അത് ശ്രദ്ധിക്കാത്ത ആൾക്കാരുണ്ടാകും, പല ധാരണകളുള്ള ആളുകളുണ്ടാവും. അതുകൊണ്ട് നീ എന്ന് പറഞ്ഞ് ഒരാളെ ചൂണ്ടിക്കാണിച്ച് വസിയത്ത് പറഞ്ഞാൽ അവൻക്കത് ബാധ്യതയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിക്കുന്നതിന്റെ മുമ്പ് പറഞ്ഞു, എൻ്റെ ജനാസ കാര്യങ്ങൾ നീ ചെയ്യണം, നീ കുളിപ്പിക്കണമെന്ന് അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹുവിനോട് ഏൽപ്പിക്കുന്നുണ്ട്, ഭാര്യനോട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഭാര്യക്ക് ഭർത്താവിന്റെ മയ്യിത്ത് കുളിപ്പിക്കാം. അതുപോലെ തന്നെ മക്കളുടേത് വാപ്പമാര് കുളിപ്പിച്ചതുണ്ട്, വാപ്പമാരുടേത് മക്കൾ കുളിപ്പിച്ചതൊക്കെയുണ്ട്. അതൊക്കെ അതിന്റെ സ്നേഹവും വാത്സല്യവും ബന്ധവും ഒക്കെ ഊട്ടി ഉറപ്പിക്കുന്ന കാര്യങ്ങൾ കൂടെയാണ്. നബി തങ്ങളുടെ പ്രിയപ്പെട്ട മകനായ ഇബ്രാഹിം മരണപ്പെട്ട സമയത്ത് കുളിപ്പിച്ചത് നബിന്റെ ഭാര്യമാരായിരുന്നു.
ഇതൊക്കെയുണ്ട് ചരിത്രത്തിൽ. അനസ് റളിയല്ലാഹു അൻഹു വസിയത്ത് പറഞ്ഞു, ഞാൻ മരിച്ചാൽ എൻ്റെ ജനാസയെ കുളിപ്പിക്കാൻ മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലയെ ഏൽപ്പിച്ചിട്ടുണ്ട്. വസിയത്ത് കൊടുക്കുകയാണ്. ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ അത് ചെയ്യേണ്ടതുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് അറിവുള്ളവരായി കുടുംബത്തിലെ നമ്മുടെ വീടുകളിലെ ജനാസകളെ കുളിപ്പിക്കാനും കഫൻ ചെയ്യാനുമുള്ള അറിവ് പഠിക്കാൻ, മനസ്സിലാക്കാൻ ഇന്ന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്, പുസ്തകങ്ങളുണ്ട്, വീഡിയോകളുണ്ട്. നല്ല ശരിയായ രൂപത്തിൽ ഇത് കാണിച്ചു തരുന്ന ധാരാളക്കണക്കിന് ഡോക്യുമെന്ററികളുണ്ട്. ഒന്ന് ഇരുന്ന് പഠിച്ചാൽ ആര് പറഞ്ഞു ഇത് പഠിക്കാൻ കഴിയില്ലെന്ന്? എത്ര വലിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുന്നു. പിന്നെ എന്തുകൊണ്ട് ഇത് മാത്രം പഠിക്കാൻ പറ്റാത്തൊരു വലിയ കാര്യമായി മാറുന്നത്? താല്പര്യമില്ലാഞ്ഞിട്ടാണ്. ഒന്ന് വിചാരിച്ചാൽ നമുക്കൊക്കെ സാധ്യമാകുന്നതാണ്. അതോടൊപ്പം തന്നെ അള്ളാഹിന്റെ ഖുർആനിലും പ്രവാചകന്റെ ഹദീസിലും പഠിപ്പിക്കുകയാണ്, ചില ആളുകളുടേത് നിങ്ങൾ മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ല. ചില ആളുകളുടെ ഖബറുകളിൽ പോയിട്ട് നിങ്ങൾ അവരെ കഫൻ ചെയ്യാൻ പോകണ്ട, അവരെ കുളിപ്പിക്കാൻ പോകണ്ട. ആരെക്കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തതവല്ലൗ ഖൗമൻ ഗദിബല്ലാഹു അലൈഹിം. അള്ളാഹുവിന്റെ കോപം നേടിയെടുത്ത കാഫിരീങ്ങളുടെ പിറകിൽ നിങ്ങൾ ഉണ്ടാവരുത്. അവരെ കഫൻ ചെയ്യാനും കുളിപ്പിക്കാനും ഒരു മുസ്ലിമിന് പോവാതിരിക്കലാണ് അഫ്ളൽ. وَأَلَا تُصَلِّ عَلَى أَحَدٍ مِّنْهُمْ مَاتَ أَبَدًا وَلَا تَقُمْ عَلَى قَبْرِهِ إِنَّهُمْ كَفَرُوا بِاللَّهِ. അവർക്ക് വേണ്ടി നിസ്കരിക്കുക. അള്ളാഹുവിൽ നിഷേധികളായ ആളുകളുടെ ഖബറുകൾ നമസ്കരിക്കുക, അവർക്ക് വേണ്ടി നമസ്കരിക്കുക, പ്രാർത്ഥിക്കുക എന്നത് നിങ്ങൾ ചെയ്യരുത്. കാരണം ഇന്നഹും കഫറൂ ബില്ലാഹ്, അവർ അല്ലാഹുവിനെ നിഷേധിച്ചവരാണ്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി അങ്ങനെയുള്ള അമുസ്ലിങ്ങളായ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ തേടുക, പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക പാടില്ലാത്തതാണ്. മാകാന ലിന്നബി, ഒരു നബിക്കും പറ്റൂല, വല്ലദീന ആമനു, ഒരു മുഅ്മിനീങ്ങൾക്കും പറ്റൂല, അയസ്തഗ്ഫിറു, ഇസ്തിഗ്ഫാർ നടത്താൻ, ലിൽ മുശ്രികീന, മുശ്രികീങ്ങൾക്ക് വേണ്ടി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തൻ്റെ വാപ്പാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ അല്ലാഹു സമ്മതം കൊടുത്തിട്ടില്ല. ഒന്നാലോചിച്ചോളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്ന ക്വാളിഫിക്കേഷനിലേക്ക് അവർ ആയി മാറുക. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇസ്ലാം സ്വീകരിച്ച 2-3 സഹോദരങ്ങളുടെ കൂടെ പല യാത്രകളിലും പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ കൂടെ അവരുടെ മാതാവുണ്ടായിരുന്നു, പല യാത്രകളിലും അവരുടെ കൂടെ അവരുടെ പിതാവുണ്ടായിരുന്നു. എന്നിട്ട് സ്വകാര്യമായി അവർ നമ്മളോട് പങ്കുവെച്ചത്, ഉസ്താദേ എൻ്റെ മാതാവാണ്, ഞാൻ ഒരുപാട് തവണ അവരോട് സംസാരിച്ചതാണ്, ഞാൻ ഇന്നും ഏറെ വിഷമിക്കുന്നത് അവരൊന്ന് മരിച്ചാൽ എനിക്കവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പറ്റൂലല്ലോ എന്ന വിഷമമാണ്. നമ്മുടെയൊക്കെ ദീനീ രംഗത്ത്, ദഅ്വാ രംഗത്ത് അള്ളാഹുവിൻ്റെ ഈ സന്ദേശം എത്തിച്ചു കൊടുക്കാതെ പോയാലുണ്ടാകുന്ന വലിയ അബദ്ധങ്ങളും പരാജയങ്ങളും ഒക്കെ ആലോചിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യത്തിൻ്റെ ഒരു സന്ദേശം കൂടെയാണ് ഈ ഒരു മഹത്തരമായ ദീനിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു നിഅമത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. ഈ നിഅമത്ത് കൈമാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് ജനാസയുമായി ബന്ധപ്പെട്ട് വലിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും പഠിക്കാനും ഓർമ്മപ്പെടുത്താനും ഒക്കെ ഉണ്ട്. കൂടുതൽ അറിയാനും പഠിക്കാനും വായിക്കാനും ഒക്കെ ശ്രമിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും മരണം ഈമാനുള്ള മരണമാക്കുകയും സ്വർഗത്തിൻ്റെ അഹലുകാരായി നല്ല ഒരു മംഗളകരമായ യാത്രയുമായി ഈ ലോകത്തുനിന്ന് വിട പറയാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വത്തു വൽ അഖവാത്തു ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നല്ലവരായ മുസ്ലിമീങ്ങളായി മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ ശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നാടിൻ്റെ സുരക്ഷ അവിടുത്തെ കുടുംബത്തിലാണ്. കുടുംബം തകർന്നാൽ ഒരു നാട് തകർന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ സമ്പാദ്യം, അധ്വാനം, നമ്മുടെ വിയർപ്പുകൾ, നമ്മുടെ ചിന്തകൾ, സ്വപ്നങ്ങൾ കുടുംബത്തിലാണ്. അവിടെയുണ്ടാകുന്ന ഓരോ വിഷമങ്ങളും നമുക്ക് അറ്റാക്ക് ബാധിച്ച പോലെ തന്നെയാണ്. ഇതൊരു വലിയ തോണിയാണ്. ഈ തോണിയിൽ വാപ്പയും മകനും മകളും എല്ലാവരും കൂടി ഒരുമിച്ച് ഒത്തൊരുമയോടെ മുന്നോട്ട് പോയെങ്കിലേ ഇത് കരക്കണയാൻ പറ്റൂ.
ഇതിൽ ഒരാൾ വില്ലനായാൽ ആ കുടുംബം തകർച്ചയിലാണ്. ഭർത്താവ് വില്ലനായാൽ, മകനൊരു വില്ലനായാൽ, ഭാര്യ ഒരു പ്രശ്നക്കാരിയായാൽ, മകളൊരു അനുസരണക്കേടുണ്ടായാൽ പിന്നെ ആ കുടുംബത്തിൻ്റെ സ്വസ്ഥതയ്ക്ക് വില്ലനായി മാറുകയാണ്. ഇന്ന് നമ്മുടെ കുടുംബ വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന 3 പ്രധാനപ്പെട്ട വെല്ലുവിളികളുണ്ട്. ഒന്ന്, ആദർശപരമായി ആശയപരമായി പിഴച്ച ആശയങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് കടന്നു വന്നു. മൊബൈലിലൂടെ, ഫോണിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ലോകത്ത് നടക്കുന്ന പിഴച്ച വാദങ്ങളൊക്കെ പതിയെ പതിയെ നമ്മുടെയൊക്കെ കണ്ണുകളിലേക്ക് വന്നു, തലച്ചോറുകളിലേക്ക് എത്തി, സംസ്കാരത്തിലേക്കെത്തി, വേഷത്തിലെത്തി, സാധനങ്ങൾ മേടിക്കുന്നതിലെത്തി. എല്ലായിടത്തു പോലും നമ്മൾ പിഴച്ച പല ആശയങ്ങൾ സ്വീകരിച്ചവരായി മാറി. ലിബറലിസം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സുന്ദര മുഖമായി ഇന്ന് മാറ്റപ്പെടുകയാണ്. സ്വാതന്ത്ര്യവാദമാണ്, എല്ലാം ഹലാൽ, ഇന്നത് വേണം ഇന്നത് വേണ്ടെന്നില്ല, ഇന്നത് ഹറാം ഇന്നത് ഹലാൽ എന്നില്ല, എല്ലാം അനുവദനീയമാക്കി കൊടുക്കുന്ന സ്വാതന്ത്ര്യവാദം നമ്മുടെ വീടുകളിൽ സംസാരത്തിലില്ലേ? ഫെമിനിസം നമ്മുടെ വീട്ടിലെ പെൺമക്കളും സ്ത്രീകളും ഒക്കെ ഒരു നല്ല രസകരമായി അവതരിപ്പിക്കുകയാണ്. പെണ്ണിന് സ്വാതന്ത്ര്യം വേണ്ടേ? എന്താ ആണിന് മാത്രം മതിയോ? 50-50 ആക്കിക്കൂടെ? ഫെമിനിസവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെ സിനിമകൾക്ക് ദേശീയ അവാർഡ് കിട്ടിയ കാലമാണ്. അഭിനയിച്ച നടി മുസ്ലിം കഥാപാത്രമുള്ള മഫ്ത ധരിച്ച പെണ്ണാണ്. സംവിധായകരും പ്രൊഡ്യൂസർമാരും മുസ്ലിങ്ങളാണ് പേരിലെങ്കിലും. എന്നിട്ട് എന്താ കഥാപാത്രത്തിന് അവാർഡ് കിട്ടാനുള്ള കാര്യം? മുസ്ലിം പണ്ഡിതന്മാരുടെ വീട്ടിൽ അടിമത്ത ജീവിതമാണ് നയിക്കുന്നത്. സിനിമയിലൂടെ അതിന്റെ റിവ്യൂകൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, ഒരു ഭാര്യക്ക് ബെഡ് പോലും മേടിച്ചു കൊടുക്കാത്ത പണ്ഡിതന്റെ ഭാര്യയാണ് നായിക. അത്രക്ക് ക്രൂരമായി അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. മുസ്ലിമീങ്ങളുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ വലിയ ചർച്ച നായയാണ്. നായ ഹറാമാണ് ഇവർക്ക്. എത്ര പറഞ്ഞിട്ടുള്ളൂ, നായനെ തിന്നാൻ പാടില്ല, നായ തലയിട്ട പാത്രം 7 തവണ കഴുകണം, ചില കാരണങ്ങൾ കൊണ്ട് നായനെ വളർത്താൻ പാടില്ല. ഇതിനപ്പുറം എന്താ ഒരു മുസ്ലിം പറഞ്ഞിട്ടുള്ളത്? നായ ബെഡിലൂടെ ഓടി എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ കലാപുണ്ടാക്കിയവരാണ് മുസ്ലിം പണ്ഡിതന്മാരെന്ന് സിനിമകളിലൂടെ കുത്തി നിറച്ചപ്പോൾ ഇരുന്ന് കണ്ട് ചിരിച്ച് ഇറങ്ങിപ്പോന്നവരാണ് നമ്മുടെ നാട്ടിലെ മഹാഭൂരിഭാഗം വരുന്ന മുസ്ലിം നാമധാരികൾ. എന്തുകൊണ്ടാ പ്രതികരിക്കാത്ത നമ്മളെന്താ നമ്മുടെ മെസ്സേജ് എന്ന് ഒരു നല്ല കമന്റ് പോലും പാസ്സാക്കാത്തത്? ഇത് മുഴുവൻ അബദ്ധമാണ്, ഇത് മുഴുവൻ സ്ഖലിതമാണ്, ഇത് പച്ചയായ തോന്നിവാസമാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്ന് എന്താ നമ്മുടെ നാവിൻ തുമ്പത്ത് വരാത്തത്? നമ്മളും പതുക്കെ പതുക്കെ ഇതൊക്കെ സമ്മതിച്ചു കൊടുക്കുക. ആലോചിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വാക്ക്, ഒരു മനുഷ്യൻ ഏറ്റവും മാന്യനാകുന്നത് ഖിയാറുക്കും മിൻ അഹ്ലിഹി, തൻ്റെ വീട്ടിലുള്ള ഭാര്യമാരോട്, അവിടെയുള്ളവരോട് മാന്യമായി പെരുമാറുന്നവരാണ്. ഒരു മുസ്ലിം ഒരിക്കലും തൻ്റെ വീട്ടുകാരോട് മോശക്കാരനായി മാറൂല. അനീതി ഒരാളോടും കാണിക്കാൻ ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല. മക്കൾക്കിടയിൽ പോലും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നീതി കാണിക്കണമെന്നാ പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഒന്നുണ്ട്, പുരുഷനൊരു കുടുംബത്തിന്റെ നിയന്ത്രണാധികാരമുണ്ട്. അയാൾ പണം ഉണ്ടാക്കണം, അയാൾ വീടിന്റെ അച്ചടക്കം ശ്രദ്ധിക്കണം, അയാൾ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഉണ്ട്. ഒരു നായകൻ വേണ്ട കുടുംബത്തിന്, അത് പുരുഷനാവണം. അത് ലോക ചരിത്രത്തിൽ അങ്ങനെ തന്നെ അല്ലേ? അപ്പൊ ഇതൊക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ആശയങ്ങളുടെ പിറകിൽ പോയി ഭർത്താക്കന്മാരെ നിഷേധിച്ച്, എത്രത്തോളം ഡിവോഴ്സ് ചെയ്തിട്ട് അത് ആസ്വദിച്ച് നടക്കുന്ന, ടൂറ് നടക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഞങ്ങളിപ്പോൾ ഭയങ്കര ഹാപ്പിയായി, ഞങ്ങൾക്ക് ഡിവോഴ്സ് അയക്കണമെന്ന് പറഞ്ഞ് സന്തോഷം നടക്കുക. എത്ര കാലം ഈ സന്തോഷം ഉണ്ടാവും? എത്ര കാലം ഒരു ഇണല്ലാതെ ജീവിക്കാൻ പറ്റും? വിശദീകരിക്കുന്നില്ല. 2, നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുന്നത് ലഹരിയാണ്. തർക്കമില്ല. ഏതെങ്കിലും ഒരു ലഹരിയിൽ, ഏതെങ്കിലും ഒരു തരത്തിലല്ലെങ്കിൽ മറുതലക്കൽ പെടാത്തവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ചവച്ച് നടക്കുന്നവരുടെ എത്രയുണ്ട്. പള്ളിയിലൊക്കെ ഇങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ ചിലരൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ബാത്റൂമിലേക്ക്, ടോയ്ലറ്റിലേക്ക് കയറാൻ കഴിയുന്നില്ല. എന്തൊരു മനസ്സിന്റെ ഉടമകളാണ് നമ്മൾ എന്താണ് ബാക്കിയുള്ളവരുടെ മനസ്സിന്റെ വികാരത്തെ മാനിക്കാത്തത്? നമ്മളൊരു സിഗരറ്റ് വലിക്കുമ്പോൾ നമുക്ക് മാത്രമാണോ അതിങ്ങനെ വലിച്ച് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുർഗന്ധം അപ്പുറത്തുള്ളവൻ എത്ര അനുഭവിക്കുന്നത്? ഇസ്ലാമിൽ ഒരു വാക്കുണ്ട്, ലാ ളററ വലാ ളിറാർ. നമ്മൾക്ക് ദോഷം ഉണ്ടാകാൻ പാടില്ല, മറ്റൊരാൾക്ക് ദോഷം ഉണ്ടാകാൻ പാടില്ല. ഹാൻസും പാമ്പരാഗും ചവച്ച് നടക്കുന്ന എത്ര ചെറിയ മക്കൾ നമ്മളിവിടെ വരുമ്പോൾ ഒന്നുണ്ടാക്കാൻ വരുമ്പോഴൊക്കെ ഇങ്ങനെ കഴുകിക്കളയുന്നത് നമ്മൾ കാണുന്നു.
ചുണ്ടിന്റെ ഇടയിൽ നിന്ന് വലിച്ചു തുപ്പിക്കളയുന്ന രംഗം കാണുന്നത് നമ്മളെ കാണുമ്പോൾ ചമ്മിയിട്ട് കാര്യമില്ല. അള്ളാന്റെ കോടതിയിൽ ഇതൊക്കെ ഒരു മറുപടിയായി കാണണ്ടേ? നശിപ്പിക്കുന്നത് എന്താന്ന് ചിന്തിച്ചു നോക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ ഖംറു, മദ്യം എന്ന സാധനം, ഉമ്മുൽ ഖബായിസ്, സകല തിന്മകളുടെയും മാതാവാണ്. അതുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. അതിലേറ്റവും പ്രധാനം അത് ലഹരിയാണ്. ബന്ധങ്ങളെ മറക്കും, ഉമ്മാനെ മറക്കും, വാപ്പാനെ മറക്കും, പെങ്ങളാന്ന് മറക്കും, മകളാന്ന് മറന്നു പോകും. പിന്നെ ഞാൻ പറയേണ്ടതില്ലല്ലോ. അത് മാത്രമല്ല, കുല്ലു മുസ്കിരിൻ ഹറാമുൻ, എല്ലാ ലഹരിയും ഹറാമാണ്. കച്ചവടം, സിഗരറ്റ് കച്ചവടം ചെയ്യുന്ന ഏതെങ്കിലും ബുദ്ധിയില്ലാത്ത വിവരമില്ലാത്ത മനുഷ്യന്മാരുണ്ടെങ്കിൽ, ഇന്ന് നീ ഒരു മനുഷ്യനാണെങ്കിൽ, കൽബിന്റെ ഉള്ളിൽ കാരുണ്യത്തിന്റെ ഒരു പൊട്ട് നിനക്ക് ബാക്കിയുണ്ടെങ്കിൽ ഇന്നെടുത്ത് പുറത്തേക്ക് അറിയണം. എന്തേ? ഈ നാട്ടിലെ മാരകമായ ക്യാൻസറിന്റെ സാധനമാണ് ഇതെന്ന് എഴുതി ഒട്ടിച്ച ആ സാധനം വിറ്റിട്ട് നിന്റെ കുടുംബത്തിന് തിന്നാൻ കൊടുക്കണ്ടെങ്കിൽ ഇതിന് ഹറാമാണെന്ന് ഫത്വ കാത്തുക്കണ്ട. ബുദ്ധി ഉണ്ടെങ്കിൽ അത് വായിച്ചു നോക്കിയാൽ മതി. തുറന്നു പറയാ, ആരോടും ഒരു കൂസലില്ലാതെ ഏതങ്ങാടിയിൽ വെച്ച് പറയും, ഇത് മഹാ അപകടകരമാണ്. ഈ വലിക്കുന്നവനെ പോലെ തന്നെ പാപിയാണ് അത് വിറ്റുകൊണ്ട് ലാഭമുണ്ടാക്കുന്ന നീയും. അതുകൊണ്ട് ലഹരി കുടുംബത്തിനെ നശിപ്പിക്കുകയാണ്. 3, നമ്മുടെ നാട്ടിലെ അവിഹിതങ്ങളാണ് കുടുംബങ്ങളെ തച്ചുടക്കുന്നത്. നമ്മുടെ മക്കൾക്കറിയില്ല ആരാണ് അന്യപുരുഷൻ, ആരാണ് അന്യപ്പെണ്ണ്. വിവാഹം കഴിഞ്ഞവർക്ക് തന്റെ ഭർത്താവിനോട്, ഭാര്യയോട് പാലിക്കേണ്ടതിന് പകരമായ തെറ്റായ ബന്ധങ്ങളെ സ്ഥാപിച്ചെടുത്ത് അത് വലിയ കേമമായി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നല്ലതായി തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മെസ്സേജുകളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആലോചിച്ച് നോക്ക്, പറ്റില്ല. അള്ളാന്റെ ഖുർആനിനകത്ത് പഠിപ്പിച്ചു കൊടുക്കാണ്, ഹുർരിമത് അലൈക്കും, നിങ്ങൾക്ക് ചിലരെ കല്യാണം കഴിക്കൽ ഹറാമാണ്. ഉമ്മഹാത്തുക്കും, നിങ്ങളുടെ മാതാവിനെ, വബനാത്തിക്കും, നിങ്ങളുടെ മക്കളെ, വഅഖവാത്തിക്കും, നിങ്ങളുടെ പെങ്ങന്മാരെ. അങ്ങനെ ഒരു 8-9 കാറ്റഗറി പറയുന്നുണ്ട്. എന്തിനാ ഖുർആനിലൊക്കെ ഇതൊക്കെ പറയണത്? ചിലരൊക്കെ നമുക്ക് അന്യന്മാരാണ്, ചിലരൊക്കെ നമുക്ക് വിവാഹബന്ധം പാടില്ലാത്തവരാണ്. അതിന് മെഹ്റം എന്നാ പറയാ. അവര് വിവാഹം കഴിക്കാൻ പാടില്ല. അവരുമായുള്ള ബന്ധം പോലെയാകരുത് അന്യന്മാരോട്. ആർക്കും തൊടാം, എവിടെയും വന്നിരിക്കാം, കെട്ടിപ്പിടിക്കാം, അവൾ തിന്ന ഐസ്ക്രീം മറ്റവർക്ക് തിന്നാൻ കൊടുക്കും, എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന ഒരു നീരസത്തോടെ നിസ്സാരമായി എല്ലാത്തിനെയും കാണുന്ന അവസ്ഥ വന്നാൽ നമ്മുടെ നാടും നമ്മുടെ കുടുംബവും നശിച്ച് കുത്തുപാളയം എടുക്കുന്നതിൽ ഇനി സംശയം ഇല്ല. അതുകൊണ്ട് നമ്മൾ ബോധോദയത്തോടെ, തെളിഞ്ഞ മനസ്സോടെ ഒന്ന് കേൾക്കാനും പഠിക്കാനും ഒരു മാറ്റത്തിനും നമ്മൾ സന്നദ്ധരാവേണ്ടതുണ്ട്. ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് അടുത്ത ഞായറാഴ്ച ഇരിട്ടി പുന്നാട് പ്രദേശത്ത് വെച്ചുകൊണ്ട് ഒരു ഫാമിലി അവേക്കനിങ് കോൺഫറൻസ് നടക്കുകയാണ്. ബഹുമാന്യനായ ഹുസൈൻ സലഫി അടക്കമുള്ള പണ്ഡിതന്മാരുടെ മഹനീയമായ സാന്നിധ്യമുള്ള ഒരു സദസ്സിലേക്ക് വന്ന് കുടുംബപരമായ പ്രതിസന്ധികൾക്കുള്ള നമ്മുടെ കുട്ടികൾ, ചെറിയ മക്കളടക്കം ഇരുന്ന് കേൾക്കേണ്ടുന്ന, പ്രബുദ്ധമാകേണ്ടുന്ന ഒരു സദസ്സ് ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് വാഹനം പുറപ്പെടുന്നുണ്ട്. നമ്മളൊന്ന് പേര് കൊടുത്ത് നമ്മുടെ സീറ്റ് ഉറപ്പിച്ച് ഇനി ആലോചിക്കാനില്ലാത്ത വിധേന എല്ലാം മാറ്റിവെച്ച് അതിന് പങ്കെടുത്തുകൊണ്ട് പ്രബുദ്ധരാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം നമ്മുടെ കുടുംബത്തിനെ ഏറെ ബാധിക്കുന്ന SIR സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. നവംബർ 2-ാം തീയതി ആരംഭിച്ചു. BLOമാര് നമ്മുടെ വീടുകളിൽ വരാൻ തുടങ്ങി. രേഖകൾ കൃത്യമായി സമർപ്പിക്കാനും അവരുമായി സഹകരിക്കുവാനും നമ്മുടെ പൗരത്വത്തെ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു മേഖലയായതുകൊണ്ടും നിസാരമായി കാണാതെ, ഒരു സാധാരണ വോട്ട് പോലെയായി മാറാതെ ഓരോ കുടുംബങ്ങളും നമ്മുടെ മഹല്ലിൽ ഇൻഷാ അല്ലാഹ് അതിന് വേണ്ടുന്ന ഹെൽപ്പ് ഡെസ്ക് ഇട്ട് ചില ആളുകൾ അതിനു വേണ്ടുന്ന ഒരു സന്നദ്ധത അറിയിച്ചുകൊണ്ട് സഹായിച്ചു കൊടുക്കാൻ സന്നദ്ധരാകേണ്ടതുണ്ട് എന്നുകൂടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നന്മകളും സ്വീകരിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്ക് മക്കളുണ്ട്, കുടുംബമുണ്ട്, എല്ലാവരുമുണ്ട്. അവരെ ഏറ്റവും മികച്ച മാതൃകയാക്കുന്നതിൽ വിദ്യാലയങ്ങൾക്കും സ്കൂളുകൾക്കും മാഷന്മാർക്കും ടീച്ചർമാർക്കും വലിയ പങ്കുണ്ട്. നമ്മുടെ പരിചയത്തിൽ ഒരുപാട് ആളുകൾ മാഷ്, ടീച്ചർ എന്ന് പേരുള്ള ആളുകളുണ്ടാവും. നമ്മുടെ കുട്ടികളുടെ അധ്യാപകരുണ്ട്, അധ്യാപികമാരുണ്ടാവും. അവർക്ക് വേണ്ടി നവംബർ 16-ാം തീയതി പട്ടാമ്പിയിൽ വെച്ചുകൊണ്ട് ടീച്ചേഴ്സ് കോൺഫറൻസ് നടക്കുകയാണ്. വിദ്യാലയങ്ങളിലെ അടിപിടികൾ,
ലഹരികൾ, തല്ലുകേസുകൾ, അതുപോലെ തന്നെ പല ഇത്തരത്തിലുള്ള ലിബറലിസത്തിൻ്റെ വിവിധങ്ങളായ അവസ്ഥകൾ. അധ്യാപകർ എന്തു ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടമോടുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ വിദഗ്ധരായവരും മതപണ്ഡിതന്മാരും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മഹത്തായ സദസ്സ് വരാനിരിക്കുകയാണ്. എല്ലാ അധ്യാപകരെയും അധ്യാപികമാരെയും ക്ഷണിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, ഓർമ്മപ്പെടുത്താൻ കഴിഞ്ഞാൽ വിദ്യാലയങ്ങളെ നമുക്ക് സുരക്ഷിതമാക്കാൻ കഴിയും. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ നന്മകളും സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ തെറ്റുകുറ്റങ്ങളും പടച്ചിറപ്പ് നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. സുഡാനിലും ഫലസ്തീനിലും ഒക്കെയായി സാധുക്കളായ നിരപരാധികളായ ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. റഹ്മാനെ, എല്ലാവിധ ഷർറുകളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് മാപ്പ് നൽകണമേ. ഞങ്ങൾക്കെല്ലാം നിന്റെ മഗ്ഫിറത്ത് നൽകണമേ. അള്ളാഹു മരണപ്പെട്ടു പോയവർക്കെല്ലാം അവരുടെ ഖബറടന്ന് വിശാലമാക്കി കൊടുക്കണമേ. അള്ളാഹു ഞങ്ങളുടെ മക്കളെ സ്വാലിഹ്യാക്കി തരണമേ. അള്ളാഹുവേ, ഞങ്ങളെ എല്ലാവിധ അപകടങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ. റഹ്മാനെ, അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി അനുഗ്രഹിക്കണമേ. അള്ളാഹു ഞങ്ങളുടെ ഇണകളിലൂടെ കൺകുളിർമ നൽകണമേ. ഞങ്ങളുടെ സമ്പത്തിൽ, ജോലിയിൽ, വരുമാനത്തിൽ, കച്ചവടത്തിൽ, കൃഷിയിൽ, ശമ്പളത്തിൽ നീ ബറക്കത്ത് നൽകണേ. റഹ്മാനെ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم توفنا مسلمين والحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد والحمد لله رب العالمين.